ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടികൾ ഏറെ പതിഞ്ഞ മണ്ണാണ് തിരുവനന്തപുരത്തിൻ്റെത്. രാഷ്ട്രീയ വാഴ്ചകൾക്കും വൻ വീഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ച നഗരം. കൃത്യമായ രാഷ്ട്രീയ ബോധ്യവുമുള്ളവരാണ് തിരുവനന്തപുരം ജില്ലയിലെ വോട്ടർമാർ. ആ രാഷ്ട്രീയ ബോധ്യം ഇത്തവണ ആരെ തുണയ്ക്കും എന്നതാണ് ചോദ്യം. 2 മാസങ്ങൾക്കപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി ആരെയൊക്കെ ഇവിടുത്തെ വോട്ടർമാർ ഈ നിയമസഭയിലേക്ക് പറഞ്ഞയക്കും. നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ ചിത്രം. ആകെയുള്ള 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 നേടി ഇടതുമുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമഗ്രാധിപത്യം നേടിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത്തവണ പക്ഷേ ഇടതുമുന്നണിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ലെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. ചില മണ്ഡലങ്ങൾ പിടിക്കാൻ BJP കൂടി കച്ചകെട്ടി ഇറങ്ങിയതോടെ തലസ്ഥാന ജില്ലയിൽ ഇത്തവണ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പ്. നെയ്യാറ്റിൻകര മുതൽ വർക്കല വരെ നീളുന്ന ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ നിലവിലെ അവസ്ഥയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് കൂടി ചേരുന്നുണ്ട്. വിജിൻ, സ്വാഗതം. നിലവിലിപ്പോൾ 13-1 എന്നതാണ് കളത്തിൽ ബോർഡിൽ കാണുന്നത്. പക്ഷേ സാങ്കേതികമായി പറഞ്ഞാൽ ഒന്നില്ല അല്ലേ? 12 ഉള്ളൂ. ആൻ്റണി രാജുവിന് ഇപ്പോൾ MLA പദവിയില്ല. എങ്കിൽ കൂടി നമുക്ക് കണക്ക് പറയുമ്പോൾ 13-1 എന്ന് തന്നെ പറയാം. ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ ഇടതുപക്ഷത്തിനൊപ്പമുള്ളത്? UDF-ന് ഏത് മണ്ഡലമാണ് ഉള്ളത്? അത് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കണക്കുകൾ കൊണ്ട് പറയാനുള്ള കണക്കുകളൊന്നും കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഉണ്ടായിട്ടില്ല. M. വിൻസെൻ്റ് MLA-യുടെ കോവളം പിടിച്ചെടുത്തത് മാത്രമാണ് ഒരു കനലായി ഒരു തെരിയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം നേമം, ഒപ്പം തന്നെ അരുവിക്കര, പാറശാല, കാട്ടാക്കട, നെയ്യാറ്റിങ്കര, ഇത്രയും മണ്ഡലങ്ങളാണ് LDF-നൊപ്പം നിൽക്കുന്നത്. ആ 13 മണ്ഡലങ്ങൾ അതാണ്. അപ്പോൾ എന്തായാലും ഈ 13 എന്ന് പറയുന്ന ആ സംഖ്യയിലേക്ക് ഇത്തവണ അത്ര വേഗം ഓടിക്കയറാൻ കഴിയുമെന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രയാസം തന്നെയായിരിക്കും. കാരണം ഇത്തവണത്തെ നമുക്ക് ഏറ്റവും അവസാനമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കാണ് അതിൽ ഏറ്റവും നിർണായകമായ. മുമ്പൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇടതുമുന്നണിക്ക് ഒപ്പം കുറച്ചുകൂടി കൂടുതലായി നിലയുറപ്പിക്കുന്ന കാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്കൊപ്പം നിലയുറപ്പിക്കുന്ന കാഴ്ച കണ്ടിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിൽ നിന്ന് വ്യത്യസ്തമായി UDF-ന് അനുകൂലമായി മാറാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ കാഴ്ച ഒരു 5 മണ്ഡലങ്ങളിലെങ്കിലും കൃത്യമായ ത്രികോണ മത്സരം നടക്കും എന്നുള്ളതാണ്. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേമമുണ്ട്, വട്ടിയൂർക്കാവുണ്ട്, കഴക്കൂട്ടമുണ്ട്, ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രൽ. ഈ 4 മണ്ഡലങ്ങൾ പ്രധാനമാണ്. അതായത് സംസ്ഥാനത്ത് തന്നെ BJP പ്രതീക്ഷ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ് തിരുവനന്തപുരം. പ്രതീക്ഷ വെക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയും, ആ അക്കൗണ്ട് ഒന്നിൽ കൂടുതലാക്കാൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഈ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ക്യാമ്പൊക്കെ പൊതുവെ കുറച്ച് പ്രതീക്ഷയിലൊക്കെയാണ് ഉള്ളത് സംസ്ഥാനത്തൊട്ടാകെ. ആ ഒരു പ്രതീക്ഷ അവർ തിരുവനന്തപുരത്തും ചിലയിടങ്ങളിൽ വെച്ച് അവർ അങ്ങനെ കണ്ടുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും അവർക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വട്ടിയൂർക്കാവ് ഒരുപക്ഷെ K. മുരളീധരൻ തിരിച്ചെത്തുകയാണെങ്കിൽ വട്ടിയൂർക്കാവിലെ ഒരു മത്സരപരം UDF-ന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറം തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് നേരത്തെ V. ശിവകുമാർ വിജയിച്ച് വന്ന മണ്ഡലമാണ്. മറ്റൊരു നിലനിർത്താൻ സാധ്യത നേമമാണ്. നേമത്തെ ഏതെങ്കിലും ഒരു ശക്തനായ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വന്നതുപോലെ K. മുരളീധരനെ പോലെ ഒരാൾ മത്സരത്തിന് വന്നാൽ V. ശിവൻകുട്ടി മത്സരിക്കും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതൊരു തീപാറുന്ന പോരാട്ടത്തിനിടയിൽ വോട്ടുകൾ സ്പ്ലിറ്റായി മാറുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനോട് മേൽക്കൈ നേടാൻ കഴിയാതിരിക്കില്ല. അരുവിക്കര ഇപ്പോഴും ഷുവർ സീറ്റാണെന്ന് LDF-ന് പറയാനില്ല. കാരണം G. കാർത്തികേയനും അതിനുശേഷം മകൻ ശബരിനാഥനും നേടിയ മണ്ഡലമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും പക്ഷേ LDF-ന് അത്രമേൽ വലിയ നിരാശയൊന്നുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ജില്ലാ പഞ്ചായത്ത് അടക്കം ഇപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDF-നൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. LDF-ന് സംസ്ഥാനത്ത് തന്നെ പല സ്ഥലങ്ങളിലും വലിയ തിരിച്ചടി, LDF-ൻ്റെ കോട്ടകളിലൊക്കെ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലും പക്ഷേ തിരുവനന്തപുരത്ത് അത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയും. ഈ 3 രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലാ നേതാക്കന്മാരുടെ ഒരു പ്രതീക്ഷ എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ 3 പാർട്ടി ഓഫീസുകളിലേക്കും പോകാം അല്ലേ? ഓക്കെ. കോൺഗ്രസിന്റെ ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്താ?
ഞങ്ങൾ ഇത്തവണ നല്ല പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 8+ ആണ്. 8-ൽ കുറയാത്ത സീറ്റ് ഉറപ്പായി കിട്ടും. ഞങ്ങൾ 10 വരെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ശ്രമം. കഴിഞ്ഞ പ്രാവശ്യം വന്നത് രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്ങനെ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോൺഗ്രസിന്? 28 ജില്ലാ പഞ്ചായത്താണ് നമ്മുടെ ജില്ലയിലുള്ളത്. നമുക്കതിൽ ഞങ്ങൾക്ക് വെറും 5 ഉണ്ടായിരുന്നത്. 5 ഡിവിഷനാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ ഞങ്ങളത് 13 ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന LDFന് 34 ഞങ്ങൾക്ക് 31 ഗ്രൗണ്ട് ലെവലിൽ പണിയെടുത്തിട്ടുണ്ട് കോൺഗ്രസ് ഇത്തവണ. നല്ലവണ്ണം കഴിഞ്ഞ 2-3 മാസമായി എല്ലാ നിയോജകമണ്ഡലത്തിലും ഗ്രൗണ്ട് ലെവലിൽ നല്ല വർക്കുകളാണ്. വളരെ വളരെ കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക്. ഓക്കെ, ശരി. താങ്ക് യു. ഇത്തവണ എന്താ LDFന്റെ ഒരു പ്രതീക്ഷ? ഞങ്ങളുടെ MLA-മാരെല്ലാം മണ്ഡലങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യത്തിലും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒക്കെ നന്നായിട്ട് ഇടപെട്ട് നിൽക്കുന്നവരാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ MLA-മാരും. ഞങ്ങൾക്ക് ആ വിജയം തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഞങ്ങൾ കാണുന്നത്. പൊതുവെ മണ്ഡലങ്ങളിലെ ജനങ്ങളും ആ ഒരു നിലയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുണ്ടായ ചെറിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരിച്ചടി യഥാർത്ഥത്തിൽ കുറച്ച് ഞങ്ങൾക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഓവർകം ചെയ്ത് മുന്നേറാനുള്ള എല്ലാ പദ്ധതികളും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നേമത്ത് പൂട്ടിച്ച അക്കൗണ്ട് ഇത്തവണ BJP തുറക്കും? ഒരു കാരണവശാലും തുറക്കില്ല. അവിടെ വളരെ കൃത്യമായി ആ സീറ്റ് LDF നിലനിർത്തും. ഇതിനെ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാമെന്നാണ്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ കൗതുകം, ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരത്തുകാർക്കൊരു MLA ഇല്ല എന്നതാണ്. കോടതി വിധിയോടുകൂടി ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായി അതൊക്കെ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. അതിൻ്റെ ഒരു മുൻകാല ചരിത്രമെടുത്താൽ അത് ഒരു മുന്നണിയും ഒരിക്കലും അതിനോടൊപ്പം മാത്രം ചേർന്ന് നിന്നൊരു ചരിത്രവുമില്ല. തിരുവനന്തപുരത്തിൻ്റെ മൊത്തം ചരിത്രമെടുത്താൽ ഇടതു മുന്നണിക്ക് അനുകൂലമാണെങ്കിലും പക്ഷേ ഈ അത്തരത്തിലുള്ളൊരു പിന്തുണ എല്ലാ കാലത്തും LDFന് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ തവണ, അതായത് 2000 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന V. ശിവകുമാറായിരുന്നു അന്ന് MLA ആയി ഇവിടെ ജയിച്ചു വന്നത്. പിന്നീട് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി ആന്റണി രാജു ജയിക്കുന്നു. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ലത്തീൻ സഭയുടെ ഒരു വലിയ പിന്തുണ അത് ഉണ്ടായിരുന്നു ആന്റണി രാജുവിന്. അതാണ് കുറച്ചുകൂടി ആന്റണി രാജു എളുപ്പമാക്കിയത് കാര്യങ്ങൾ. അതിൽ ആന്റണി രാജു തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചാണ്. പക്ഷേ അതിനിടയിലാണ് ഒരു ഇടുത്തി പോലെ ഇങ്ങനെ ഒരു വിധി വരുന്നു, അയോഗ്യനാക്കപ്പെടുന്നു എന്നുള്ള സാധ്യത. ഇപ്പോൾ നിലവിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ആര് സ്ഥാനാർത്ഥിയാകും, ആരെ കണ്ടെത്തും എന്നുള്ള അത് വലിയ തരത്തിലുള്ള ഒരു കീറാമുട്ടിയാണ്. സീറ്റ് ഒന്നെങ്കിൽ CPM ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഘടകകക്ഷികൾക്ക് കൊടുക്കുക എന്നുള്ളത്. കേരള കോൺഗ്രസ് M-ന് നൽകും. M ഇപ്പോൾ 12-ൽ നിന്ന് 13 സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സീറ്റ് വേണമെങ്കിൽ നൽകാം. പക്ഷേ എത്രമാത്രം സ്വാധീനം ഈ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് M ഏറ്റെടുത്താൽ ആരെ മത്സരിപ്പിച്ച് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാകും? UDFന് ശിവകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥിയെന്ന്. ശിവകുമാർ ഏകദേശം ഇവിടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പല മേഖലകളിലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ശ്രീകണ്ഠേശ്വരം മേഖലകളിൽ ഉൾപ്പെടെ പല മേഖലകളിലും അങ്ങനെ ഒരു പ്രചാരണവും ബൂത്ത് തലത്തിൽ തന്നെയുള്ള ഇറങ്ങിയുള്ള പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ കാണാനുണ്ട്. ഇത്രയും നാൾ കണ്ടിരുന്നില്ല. അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. BJP കുറച്ചുകൂടി സ്വാധീനമുണ്ടാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പക്ഷെ അതിൽ ഒരു കുറവ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ചേർന്ന് നിൽക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ, അത് കഴക്കൂട്ടമായാലും നേമമായാലും വട്ടിയൂർക്കാവായാലും BJPക്ക് മെജോറിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അതില്ലാത്ത ഏക മണ്ഡലം, LDFന് എഡ്ജ് നൽകിയ ഏക മണ്ഡലം അത് ഈ തിരുവനന്തപുരം സെൻട്രലാണ്. ആ അവകാശവാദം, അതിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെ ആന്റണി രാജുവിൽ പ്രകടമായി കണ്ടതാണ്. പക്ഷേ തിരുവനന്തപുരം സീറ്റ് BJP പിടിക്കാനുള്ള സാധ്യത കുറവാണ്. LDFനെ സംബന്ധിച്ചും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ UDFന് പ്രതീക്ഷ പുലർത്താൻ കഴിയുന്ന, തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തെ വിലയിരുത്താം, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. വിജയനെ, ശാസ്തമംഗലം ടൗണിലാണ് നമ്മളുള്ളത്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൗൺ. ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. കാരണം BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിൽ ഒന്ന്.
എന്തായാലും സിറ്റിംഗ് MLA-മാർ മത്സരിക്കും LDF-ലെന്ന് ഏതാണ്ട് ഉറപ്പായി. പ്രശാന്ത് തന്നെയായിരിക്കും LDF സ്ഥാനാർത്ഥി എന്ന് നമുക്ക് ഉറപ്പിക്കാം. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടാകുമോ എന്നതാണ് ഒരു പ്രധാന ചോദ്യം. സ്വാഭാവികമായും മുരളീധരൻ വരുന്നതോടുകൂടി നിലവിലെ ചിത്രം തന്നെ അങ്ങ് മാറും അല്ലേ? തൻ്റെ മണ്ഡലം പിടിച്ചെടുത്ത ഒരാളിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെയെങ്കിൽ കെ മുരളീധരൻ ഇങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നത്. അതിനൊപ്പം കെ സുരേന്ദ്രൻ കൂടി വരുമ്പോഴാണ് ഇവിടുത്തെ മത്സരം എന്ത് ആകും, എന്ത് ഫലമാണ് തീപാറും പോരാട്ടം എന്നൊക്കെ ഒരു ത്രികോണ മത്സരം പൂർണ്ണമാകുന്നത് അവിടെയായിരിക്കും ഈ 3 പ്രമുഖ സ്ഥാനാർത്ഥികൾ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് നിയമമാണ്. നിയമത്തിന് ഒരു പ്രത്യേകതയുള്ളത്, കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി BJP ആദ്യമായി ഒരു അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലം. പക്ഷേ ആ അക്കൗണ്ട് പിന്നീട് പൊട്ടിച്ചു, അത് മറ്റൊരു കഥയാണ്. എന്തായാലും നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശിവൻകുട്ടിയുടെ എതിരാളി ആരായിരിക്കും എന്നതാണ്. അടഞ്ഞുപോയ ആ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് കഴിയുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. രാജീവ് ചന്ദ്രശേഖരായിരിക്കും അവിടെ BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു, പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ചോദ്യം, ആരാണ് UDF സ്ഥാനാർത്ഥി എന്നതാണ്. അതിൽ സംബന്ധിച്ച് ചില ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. എന്താ നിയമത്തിൻ്റെ ഒരു സാധ്യതകൾ? BJPയുടെ സാധ്യത ഒട്ടും കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷേ അതിലൊക്കെ നിർണായകമാകാൻ പോകുന്നത്, ഒന്ന് മന്ത്രി V ശിവൻകുട്ടി എന്ന സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നു, LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിത്വം സ്വന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അത് PR വർക്കുമൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നിലവിൽ നടന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൽ ഏറ്റവും പ്രസക്തമാവുക, കഴിഞ്ഞ തവണ NDA അവിടെ BJP അക്കൗണ്ട് തുറക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി, UDF-ൻ്റെ സ്ഥാനാർത്ഥി വളരെ ചുരുക്കം, അതായത് കെട്ടിവെച്ച തുക പോലും ലഭിച്ചില്ല എന്ന് പറയുന്ന നിലയിലുള്ള പെർഫോമൻസ് ആയിരുന്നു UDF-ൻ്റെ ഭാഗത്ത് നിന്ന് അന്നുണ്ടായിരുന്നത്. അതിനുശേഷം കെ മുരളീധരൻ എന്ന കോൺഗ്രസിൻ്റെ അധികായൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രധാന നേതാവ്, സത്യത്തിൽ LDF-നെ വിജയിപ്പിച്ചത് അല്ലെങ്കിൽ BJPയുടെ അക്കൗണ്ട് കെ മുരളീധരൻ്റെ സാന്നിധ്യം. ആ കെ മുരളീധരൻ ആ മണ്ഡലത്തിലെത്തിയപ്പോൾ ഏകദേശം 45,000 വോട്ടാണ് കെ മുരളീധരൻ അന്ന് പിടിച്ചത്. ഇത്തവണ അതുപോലെ ഒരു UDF സ്ഥാനാർത്ഥി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷേ UDF-ന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ല. കാരണം അത് കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമായി അന്ന് അക്കൗണ്ട് തുറന്നപ്പോൾ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ രീതിയിൽ അത് കേരളത്തിൽ മുഴുവൻ നടക്കുന്ന ഒരു ചർച്ചയായി മാറും അങ്ങനെ ഒരു ആളെ നിർത്തിയാൽ. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനി സ്വാഭാവികമായി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, പിടികിട്ടിയിട്ടില്ല. ഈ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ആരാകും എന്നുള്ള ഏകദേശ ധാരണയുണ്ട്. പക്ഷേ നമുക്ക് UDF-ൻ്റെ കാര്യത്തിൽ ഇക്കാര്യത്തിലൊരു പിടുത്തം ഇതുവരെ വന്നിട്ടില്ല. ആര് വരും എന്നുള്ളത് നേരത്തെ നമ്മൾ DCC പ്രസിഡൻ്റൊക്കെ സംസാരിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഒരു പ്രധാനികളായ നേതാക്കൾ തന്നെ എത്തും എന്നുള്ളതാണ് പറയുന്നത്. നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടർന്നാലോ? ഭയങ്കര ക്ഷീണം, ഒരു ചായ കുടിക്കാം. ഈ അടുത്ത് ഒരു 5 രൂപയ്ക്ക് ചായയും 5 രൂപയ്ക്ക് അടിയും കിട്ടുന്നൊരു കടയുണ്ട്. എൻ്റെ ചായ ഒന്ന് മധുരം കുറച്ച്, സ്ട്രോങ് മധുരം കുറച്ച്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തൊരു നമ്മുടെ ആനുകൂല്യം തരുമെന്ന് പറഞ്ഞില്ലേ, ആ പ്രതീക്ഷയാണ് ഞങ്ങൾ നിൽക്കുന്നത്. തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ BJP ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ 1ാം സ്ഥാനത്ത് തന്നെ വന്നു. നല്ല ഒരു ഭരണം കൊണ്ടുവരണമെന്ന് തന്നെ ഒന്ന് സെലക്ട് ചെയ്യണം ഏത് പാർട്ടിയായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പാർട്ടിയോ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി എവരിനും നന്നായി കൂടെ ഒന്നുമില്ല. അതായത് 3ാം വട്ടം പിണറായി തന്നെ നയിക്കണം എന്നൊരു ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നയിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ കൂടെ നിൽക്കുന്നവർ ശരിയല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കോൺഗ്രസ് വരണം എന്നാണ് ആഗ്രഹം, UDF അധികാരത്തിൽ വരണം ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? ഇനിയിപ്പം മാറ്റം വേണം, മാറ്റം വന്നാലേ കൊള്ളാവും, മാറ്റം വരുത്തണം. നല്ല ആൾക്കാർ വരട്ടെ, അത്രയേ ഉള്ളൂ. പാർട്ടിപരമായി പറയാതെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വരട്ടെ. തിരുവനന്തപുരത്തിൻ്റെ നിലവിലെ ഒരു രാഷ്ട്രീയ ചിത്രമാണ് നമ്മൾ ഇപ്പോൾ പരിശോധിച്ചത്. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഈ 2 മാസത്തിനിടയിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം, ആരാണ് രാഷ്ട്രീയ മാറ്റങ്ങൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെയൊക്കെ ഗൗരവമായി തന്നെ ബാധിക്കും. അതുകൂടി നമുക്കിതിനൊപ്പം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്തായാലും അന്തിമ വിധി അല്ലെങ്കിൽ അന്തിമ തീരുമാനം ജനങ്ങളുടേതാണ്. അവർ തീരുമാനിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും മറ്റൊരു ജില്ലയിലെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കാണാം.